ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഡെലീഷ്യസ് വെജ് സാൻഡ്വിച്ച് ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 സവാള എടുത്തിട്ടുണ്ട്, 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തതാണ് ഇതൊക്കെ, പിന്നെ ഒരു 1/2 ക്യാബേജ്, അതായത് വയലറ്റ് ക്യാബേജ് ആണ്, അത് നന്നായി ചോപ്പ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ നന്നായി ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ വൺ സൈഡിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ബ്രെഡും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ 2 ബ്രെഡിൻ്റെയും ഓരോ സൈഡ് വീതം വെച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജസ്റ്റ് വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വയലറ്റ് ക്യാബേജ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതും അതുപോലെ ക്യാരറ്റും എന്നിവ കൂടി ക്യാപ്സിക്കം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫുൾ സ്ലൈസ് ചീസ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നമ്മളിപ്പോൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും വയലറ്റ് ക്യാബേജ് ചോപ്പ് ചെയ്തത്, പിന്നെ അതുപോലെ ഒനിയൻ, പിന്നെ ക്യാപ്സിക്കം എന്നിവ കൂടി ജസ്റ്റ് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ബ്രെഡും കൂടെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഒന്ന് ഓണാക്കാം. ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നമുക്ക് പ്രീഹീറ്റ് ആവുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടോ, ഗ്രീൻ ലൈറ്റ് ഓഫായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആക്കി വെച്ചിരുന്നത് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് വണ്ണും കൂടെ വെച്ചിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് വെച്ച് കൊടുക്കാം. നന്നായി തന്നെ ക്ലോസ് ചെയ്ത് ആ ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ റെഡ് ലൈറ്റ് ആണ് ഓഫ് ആവുക കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ആ റെഡ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. യെസ്, ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിത് എടുക്കാം. എന്താ ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ ആവശ്യത്തിന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇത് അത്രയും ഹെൽത്തിയാണ്. സോ താങ്ക് യു.